ഞങ്ങളിന്നൊരു സ്ഥലത്ത് പോവാണേ. ഞാനും സാമൂലും കൂടി ഒരു ഇടിച്ചക്ക തപ്പി ഇറങ്ങിയതാണ്. പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ. ആഫ്രയിലുള്ള നമ്മുടെ മലയാളി സുഹൃത്തുക്കളുടെ കടയിലേക്ക് ഇങ്ങ് നേരെ പോന്നു. ഇവിടുത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ഇതാട്ടോ നമുക്ക് മിസ് ചെയ്യുന്ന നമ്മുടെ നാടൻ സാധനങ്ങൾ കിട്ടുന്ന നമ്മുടെ മലയാളിക്കട ഫ്ലൈമാർട്ട്. ഇത് നമ്മുടെ ഷാമിലി. ഷാമിലി അജിത്തും ഇവിടെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. അപ്പൊ അതുകൊണ്ടിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് പോരാം. നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാണ്. വായോ, ഇനി നമുക്ക് എല്ലാ സാധനങ്ങളും കാണിച്ചു തരാവേ. ഇവിടെ നല്ല ഫ്രഷ് കപ്പയുണ്ട്, 2 ടൈപ്പിൽ മധുരക്കിഴങ്ങുകളുണ്ട്, ചേമ്പുണ്ട്. പിന്നെ അപ്പുറത്തേക്ക് പോകുമ്പോഴേ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നമ്മുടെ ഫേവറേറ്റ് ബിസ്ക്കറ്റുകളായ പാർലേജി, കുട്ടികളുടെ ഫേവറേറ്റ് ബോൺ, ആരോ റൂട്ട്, 50-50, ഗുഡ് ഡേ, ഹൈഡ് ആൻഡ് സീക്ക്, ക്രാക്ക് ജാക്ക്, അങ്ങനെ കുറേ ബിസ്ക്കറ്റുകളാണ് കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോഴുള്ള ജ്യൂസുകളുടെ സെക്ഷനിലെ എൻ്റെ കണ്ണൊരാളിൽ പെട്ടു കേട്ടോ. വേറെ ആരുമല്ല, നമ്മുടെ മാസ, പിന്നെ തംസപ്പ്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പ്രൊഡക്ട്സ് എല്ലാം ഇവര് വളരെ സൂക്ഷ്മമായിട്ട് അപ്പുറത്താണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് പോയത് എന്തൊക്കെയാണെന്ന് നോക്കാവേ. ഇങ്ങോട്ടേക്ക് വരുമ്പോഴേ ഇവിടെ നമുക്ക് പിള്ളേർക്കും നമുക്കൊക്കെ ഇഷ്ടമുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നൂഡിൽസിന്റെ കുറെ ശേഖരം ഉണ്ട്. അതിനകത്ത് നമ്മുടെ മാഗി ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ പയറുവർഗ്ഗങ്ങളുടെ ഏരിയ ആണ്. കേരളത്തിൽ നിന്നുള്ള പ്രൊഡക്ട്സ് അല്ലെങ്കിലും കടല, പയറ്, പരിപ്പ്, ചെറുപയറ്, ഉഴുന്ന് പോലുള്ള എല്ലാ പയറുവർഗ്ഗങ്ങളും ഇവിടെയുണ്ട്. വാളംപുളി, കൊടംപുളി, പിന്നെ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് പപ്പടത്തിനൊരു കുറവും വേണ്ട കേട്ടോ. കേരള പപ്പടം. ഇതിന്റെ ഫ്രോസൺ ഐറ്റം അവിടെ ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞ ഷാമില്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാലോ. ഇവിടെ നമ്മുടെ നെയ്യ്, വെളിച്ചെണ്ണ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെയുള്ളത് നമ്മുടെ മസാലപ്പൊടികളാണ്. കിച്ചൺ ട്രഷറിന്റെയും പെരിയാറിന്റെയും ഈസ്റ്റേന്റെയും ഒക്കെ മീറ്റ്, ചിക്കൻ, ഫിഷ്, ബിരിയാണി, കബാബ് എന്നിങ്ങനെ പല ടൈപ്പിലുള്ള മസാലപ്പൊടികളും സാമ്പാർ പൊടിയും ഇവിടെ കിട്ടും. ഇനി അടുത്തായിട്ട് നമ്മൾ പോകുന്നതേ ഒരു വെറൈറ്റി സെക്ഷനിലേക്കാണ് കേട്ടോ. നാട്ടിൽ നിന്ന് പുതിയതായിട്ട് അവര് ഫ്രോസൺ റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ഒത്തിരി സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അത് കാണിക്കാനാണേ. നമ്മൾ നല്ല നൊസ്റ്റാൾജിക് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല മഴയത്തിരുന്ന് കഴിക്കാൻ തോന്നുന്ന പരിപ്പ് വട, ഇലയട, ഇത് കണ്ടോ, പഴംപൊരി, ഉഴുന്നുവട, പിന്നെ നമ്മുടെ കറുത്ത ഹൽവയും. ഇതെല്ലാം റെഡി ആയിട്ടുള്ള ഫ്രോസൺ ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് തിന്നണം എന്ന് തോന്നുമ്പോൾ പണിയൊന്നും എടുക്കാതെ എളുപ്പത്തിൽ ചൂടാക്കി കഴിക്കാവുന്നതാണേ. പിന്നെ കാലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിൽ ഇടിയപ്പം, അത് നമ്മുടെ നല്ല ബ്രൗൺ ഇടിയപ്പമാണേ. പിന്നെ മധുരം ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ ലഡു, ജിലേബി ലവേഴ്സിന് വേണ്ടിയിട്ടേ അതും ഇവിടെ ഫ്രോസൺ ഐറ്റംസ് റെഡിയാണ് കേട്ടോ. നമുക്കെല്ലാവർക്കും അറിയാലോ, ഇവിടെ ഒരു തേങ്ങ മേടിച്ചിട്ടുണ്ടെങ്കിൽ വളരെ വലിയ ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ആ തേങ്ങ നന്നായിട്ട് കിട്ടുക. അതിനൊരു പരിഹാരം ഉണ്ട് ഇവിടെ. ഇവിടെ നല്ല റെഡി ആയിട്ട് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങാപ്പീരയുണ്ട്. ഇതാകുമ്പോൾ പൊട്ടിക്കാനും പൊട്ടിച്ചു കഴിഞ്ഞ് ഇനിയുമ്പോഴത്തേക്കും ചീത്തയാണെന്നുള്ളൊരു ടെൻഷനും വേണ്ട, ചിരകാനും നടക്കണ്ട, റെഡി ആയിട്ടുള്ളതുണ്ട്. സ്ലൈസ് ആയിട്ടുള്ള കോക്കനട്ട് ഉണ്ട്. നമുക്ക് ഇറച്ചിക്കകത്തോ എന്തിനെങ്കിലൊക്കെ കൊത്തായിട്ടിടണമെങ്കിൽ അതുകൊണ്ട് റെഡിയാണ്. പിന്നെ വറുത്തരച്ച് വെക്കുന്ന കറികൾക്ക് നമുക്ക് തേങ്ങ വറക്കാനും നടക്കണ്ട, അരയ്ക്കാനും നടക്കണ്ട, റെഡിയാണ്. അപ്പോൾ ഇത് മാത്രം അതിനകത്തേക്ക് ആഡ് ചെയ്താൽ മതി. ഫ്രഷ് കപ്പ അപ്പുറത്തുണ്ടെങ്കിലേ ഇതെവിടെ ഉണ്ടല്ലോ, നമുക്ക് പെട്ടെന്ന് ഒരു കപ്പ പുഴുക്കൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സ്ലൈസ് ആയിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന കപ്പയുണ്ട്. പിന്നെ കപ്പ പുഴുങ്ങി നല്ല മുളക് ചമ്മന്തിയും കൂട്ടിയിട്ട് മീൻകറിയൊക്കെ കൂട്ടി കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചേക്കുന്ന കപ്പയുണ്ട് കേട്ടോ. ഇതെല്ലാം ഫ്രോസൺ ആയതുകൊണ്ടിട്ട് വേറെ പണികളൊന്നും നമുക്ക് ചെയ്യേണ്ട, എല്ലാം നല്ല ക്ലീൻ ആക്കി റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ ഇവിടെ ഫ്രോസൺ പപ്പടം ഉണ്ട് കേട്ടോ. ഫ്രോസൺ ആയതുകൊണ്ടിട്ട് തന്നെ എത്ര നാൾ വേണമെങ്കിലും കേടാകാതെ ഇരുന്നോളും. പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആരെങ്കിലൊക്കെ വിരുന്നുകാരൊക്കെ വരാണെങ്കിലേ ഒരു സ്നാക്സ് ഐറ്റംസ് ഒക്കെ കൊടുക്കണമെന്നൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇതേ വെജിറ്റബിൾ പപ്സ് ഉണ്ട് കേട്ടോ. ഇതും മൈക്രോവേവിൽ വെച്ചൊന്നൊന്ന് ചൂടാക്കേണ്ട ആവശ്യകത മാത്രമേ ഉള്ളൂ. എല്ലാം റെഡി ടു ഈറ്റ് ആണേ. അതെ, വേറൊരു സാധനം നോക്കിക്കേ. നമുക്ക് എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലൊക്കെ പായസം കുടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും അടപ്രഥമൻ, അട മേടിക്കാനും നടക്കണ്ട, ഉണ്ടാക്കാനും നടക്കണ്ട. ഇതേ നല്ല സെറ്റ് ആയിട്ടിരിക്കുന്ന സംഭവം ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇവിടെ വന്ന് മേടിച്ചേ ഒരിക്കലെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാം സൂപ്പർ സാധനങ്ങളാണ്. ഇതിനകത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളക്, മാങ്ങ, വെണ്ടയ്ക്ക, പിന്നെ മുരിങ്ങയില, നമ്മുടെ ഫ്രഷ് വേപ്പില, ഇതൊക്കെ ഉണ്ട്. ഇനി ഫ്രോസൺ പച്ചക്കറികളെല്ലാം അപ്പുറത്തെ സെക്ഷനിലാണ്. അങ്ങോട്ടേക്ക് പോവാം. പിന്നെ നമ്മുടെ വെജിറ്റബിൾ ഐറ്റംസ്, ഇതെല്ലാം ഫ്രോസൺ ആണ്. ഇതൊന്നും ഒരു പണി എടുക്കേണ്ട ആവശ്യമില്ല. ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കണമെന്ന് തോന്നുന്നവർക്ക് ഇതേ ചക്കക്കുരുവും ഇതെല്ലാം കളഞ്ഞ് ചുള മാത്രമായിട്ട് എടുത്തു വെച്ചേക്കുന്ന നല്ല ചക്കയുണ്ട്. ചക്കക്കുരു, മാങ്ങ, ചെമ്മീനൊക്കെ ഇട്ട് വെക്കാൻ ആഗ്രഹമുള്ളവർക്ക് ചക്കക്കുരു ഉണ്ട്. അതെ, ഞാൻ അന്വേഷിച്ചു വന്ന സാധനം ഇരിക്കുന്നു, ഇടിച്ചക്കത്തോരൻ. ഇതാകുമ്പോൾ നമുക്ക് ഒരു പണിയും ചെയ്യാനില്ല കേട്ടോ. ചക്ക നന്നാക്കാനോ പിടിക്കാനോ ഇതിനൊന്നിനും വേണ്ട. നമ്മുടെ ചീരത്തോരൻ, ചുവന്ന ചീരയുടെ തോരന്. ഈ 2 ഐറ്റങ്ങളുണ്ടല്ലോ, ഇത് കറിയായിട്ട് തന്നെ വെച്ചേക്കുന്നത് കൊണ്ടിട്ട് നമുക്ക് എളുപ്പമാണ്.
ഇതൊന്നും തന്നെ ചെയ്യാനില്ല. ജസ്റ്റ് ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്ത് ചൂടാക്കിയിട്ട് ചോറിനൊപ്പം കഴിക്കാവുന്നതാണ്. നമുക്ക് സമയമൊന്നും ഇല്ലാത്തവർക്ക് വളരെ ഉപകാരപ്രദമാണ് കേട്ടോ. പിന്നെ കുറച്ച് നാളായിട്ട് ട്രെൻഡിലുള്ള പാൽക്കപ്പ, നമ്മുടെ നല്ല പുളിയുള്ള പച്ചമാങ്ങ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇത്. പിന്നെ ഇതുകൂടാതെ ചേന, അച്ചിങ്ങ, പിന്നെ നമ്മുടെ കൂർക്കയൊക്കെ ഉണ്ട് കേട്ടോ. നേരത്തെ കാണിച്ചത് അതിന് റെഡി ടു ഈറ്റ് ആയിട്ടുള്ള എല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നത് നമ്മുടെ അവിയലാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു അവിയൽ കഴിക്കണമെന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ വെജിറ്റബിൾസും എല്ലാം നല്ല നാടൻ അവിയൽ ഇവിടെയുണ്ട്. റെഡി ആയിട്ടുള്ള പാലപ്പം, ഇതൊക്കെ ആവുമ്പോണ്ടല്ലോ സമയം നമുക്കില്ലാത്തവർക്കുണ്ടല്ലോ പെട്ടെന്ന് പരിപാടികൾ തീർക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഫ്രോസൺ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇനി ഒത്തിരി സാധനങ്ങൾ ഇനി അവർ പുതിയതായിട്ട് ഇറക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇത്രയും കണ്ട സാധനങ്ങൾ എല്ലാവരും വന്ന് ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ ഞണ്ടുകറിക്ക് ഉപയോഗിച്ചതേ ദേ എത്തനിക്കിൻ്റെ മലബാർ പൊറോട്ടയാണേ. നിങ്ങൾക്കും ഇറച്ചിക്കറിയുടെ ഒപ്പം പൊറോട്ട കഴിക്കണമെന്നൊക്കെ തോന്നുമ്പോഴേ പെട്ടെന്നുണ്ടാക്കാനായിട്ട് 3 സൈസിൽ വലുത്, മീഡിയം, പിന്നെ കുട്ടി പൊറോട്ടകളും ഇവിടെ ലഭ്യമാണ് കേട്ടോ. ഇനി ഇവിടെയാണെങ്കിൽ ബസ്മതി അരിയുടെ കളക്ഷൻസ് ആണുള്ളത്. 14 വെറൈറ്റീസ് അരികളെങ്കിലും ഉണ്ട് ഇവിടെ. മട്ടരി മിസ് ചെയ്യുന്നവർക്ക് നമ്മുടെ നല്ല പാലക്കാടൻ മട്ട അരിയുണ്ട്. പിന്നെ നമുക്ക് ദോശയ്ക്കും ഇഡലിക്കൊക്കെ വേണ്ടിയിട്ട് ഇടാൻ പറ്റിയ ചെറിയ പച്ചരി ഉണ്ട് ഇവിടെ. പിന്നെ കോക്കനട്ട് പാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാഗിയുടെ കോക്കനട്ട് മിൽക്കിന്റെ പൊടിയുണ്ട്. പിന്നെ നമ്മുടെ നാടൻ മറയൂർ ശർക്കര. ഇനി ഞാൻ അപ്പുറത്ത് റെഡി ടു ഈറ്റ് ആയിട്ടുള്ള അടപ്രഥമന്റെ കാര്യം പറഞ്ഞായിരുന്നു. ഇവിടെ നല്ല സേമിയോ പായസത്തിന്റെ മിക്സ് ഉണ്ട് കേട്ടോ. ഇനി ആർക്കെങ്കിലും പായസം ഉണ്ടാക്കണം എന്ന് കൊതിയുള്ളവർക്ക് ഈ മിക്സ് വെച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇതെല്ലാം നാട്ടിൽ നിന്നുള്ള അച്ചാറിന്റെ സെക്ഷനാണ്. ടെൻഡർ മാംഗോ, കിച്ചൺ ട്രഷറിന്റെ തന്നെ നെല്ലിക്ക, ഡ്രൈഡ് ചില്ലീസ്. ഇതൊരു വെറൈറ്റി പിക്കിളാണ് കേട്ടോ. ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പിന്നെ നാരങ്ങ അച്ചാറ്, കടുക് മാങ്ങ അച്ചാറ്, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ നമ്മുടെ ചക്ക വറുത്തത്, നാട്ടിൽ നിന്നുള്ള പുട്ട്, അപ്പം, ഇടിയപ്പം എന്നിവയ്ക്കുള്ള പൊടികൾ, പിന്നെ പാലപ്പം മിക്സ്, ഇഡ്ഡലിപ്പൊടി, ഇവയെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ നല്ല നാടൻ ഏത്തക്കായുണ്ട്. ഇവിടെ ഫ്രോസൺ മീനുകളുടെ ഏരിയയാണേ. ചെമ്മീൻ, ആവോലി, നെയ്മീൻ പീസാക്കിയത്, പിന്നെ അയില, കിളിമീൻ, പൂമീൻ, അങ്ങനെ കുറേ ടൈപ്പ് ഫ്രോസൺ മീനുകളുണ്ട്. പിന്നെ ഇവിടെയാണെങ്കിൽ നമ്മുടെ ഉണക്കക്കപ്പ, പിന്നെ ഡ്രൈഡ് തേങ്ങാപ്പീര, ആവശ്യത്തിന് പെട്ടെന്ന് എടുത്ത് കുതിർത്ത് ഉപയോഗിക്കാനായിട്ടേ. പിന്നെ അടപ്രഥമന് വേണ്ടിയിട്ടുള്ള അട, മഞ്ഞൾപ്പൊടി, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. പഴം പുഴുങ്ങിയതോ പഴംപൊരിയൊക്കെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നല്ല നാടൻ ഏത്തപ്പഴം ഉണ്ട് കേട്ടോ. ഇവിടെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഡാബർ, വാട്ടിക, പാരച്യൂട്ട് എന്നിവിടെ ഹെയർ ഓയിൽസും ഹെയർ ക്രീംസും ഹെന്നകൾ, പിന്നെ പതാഞ്ജലി, ഹിമാലയ എന്നിവിടെ ഫേസ് വാഷുകളാണ്. പിന്നെ അപ്പുറത്ത് നമ്മുടെ വാറ്റികയുടെ ഒക്കെ ഷാമ്പു ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പൊ നമ്മുടെ നാടൻ പ്രൊഡക്ട്സുകളൊക്കെ ഒത്തിരി നമ്മൾ ഇവിടെയാണെങ്കിലും ട്രൈ ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ വേണ്ടവർക്കെല്ലാം ഇതൊക്കെ ഒന്ന് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാലേ, ഞാൻ കാണിച്ച എത്നിക് ഫ്ലവേഴ്സിന്റെ പ്രൊഡക്ട്സുകളെല്ലാം തന്നെ ഇവരുടെ കൊച്ചിയിലുള്ള കമ്പനിയിൽ ഉണ്ടാക്കുന്നതാണ്. ഇവരുടെ തന്നെ മേൽനോട്ടത്തിൽ ഉണ്ടാക്കുന്നതായതുകൊണ്ടിട്ട് ഈ എല്ലാ പ്രൊഡക്ട്സുകളും ഗുണമേന്മയുള്ളതാണ്. ഇവർക്ക് ഓൾ ഇറ്റലി ആൻഡ് യൂറോപ്പ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് കേട്ടോ. ഇനി ഫ്ലൈമാർട്ടിലേക്കുള്ള വഴി ഞാൻ പറയാതെ തന്നെ മിലാനിലുള്ള ഒട്ടുമിക്ക മലയാളികൾക്കും അറിയാവുന്നതാണ്. ഇനി അറിയാത്തവരാണെങ്കിൽ വണ്ടിയുള്ളവർക്ക് വിയ പെല്ലെഗ്രീനോ റോസി 49 ആഫുറി എന്ന അഡ്രസ്സ് വെച്ചാൽ മതി. മെട്രോയിൽ വരുന്നവർ മെട്രോ ജാലോയിൽ ആഫുറി ചെന്ത്രോയ് സ്റ്റോപ്പിൽ ഇറങ്ങി നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഇനി ഗൂഗിൾ മാപ്പ് വേണ്ടവർക്ക് അത് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇത് ഇവരുടെ കോൺടാക്ട് നമ്പേഴ്സാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.